കനത്ത മഴയിൽ തിരുവനന്തപുരത്ത് പലയിടങ്ങളിലും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടാവുന്നത്. തിരുവനന്തപുരത്ത് പലയിടങ്ങളിലും ഇപ്പോഴും മഴ അതിശക്തമായി തുടരുന്നുമുണ്ട്. ബാലരാമപുരം എരുത്താവൂരിൽ വീടിന് മുകളിലേക്ക് തെങ്ങ് മറിഞ്ഞു വീണു. വീടിനകത്തുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടതുകൊണ്ട് അപകടം ഒഴിവായി. വെള്ളയമ്പലം കവടിയാർ റോഡിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. മെഡിക്കൽ കോളേജ് ജംഗ്ഷനിൽ കാൽനട യാത്രക്കാരന്റെ തലയിൽ മരം വീണു. ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പുതിയ ഒരു വിവരം കൂടി പുറത്തുവരുന്നത് നഗരസഭയിലെ ചെല്ലമംഗലം വാർഡിൽ കാറ്റിൽ മരം കടപുഴകി വീടിന് മുകളിലേക്ക് വീണു. വീടിന് ഭാഗികമായി കേടുപാട് പറ്റിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ്. ഷഫീദ് റാവുത്തർ വെള്ളയമ്പലത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അതുപോലെ MG പ്രതീഷ് തിരുവനന്തപുരം നഗരത്തിലെ വിവരങ്ങളും വിശദാംശങ്ങളും പങ്കുവയ്ക്കും. ആദ്യം ഷഫീദ് റാവുത്തറിലേക്കാണ്. ഷഫീദ്, എന്താണ് പുതിയ വിവരങ്ങൾ? എന്താണ് ഷഫീദ്? അർജിത്ത്, കഴിഞ്ഞ ഒരു മണിക്കൂർ മുൻപാണ് തിരുവനന്തപുരം നഗരത്തിൽ അതിശക്തമായിട്ടുള്ള കാറ്റ് വീശുകയും അതേപോലെ തന്നെ വലിയ മഴ ഉണ്ടാവുകയും ചെയ്തത്. മാത്രവുമല്ല, നഗരത്തിൽ മാത്രമല്ല മലയോര മേഖലയിലും അതിശക്തമായിട്ടുള്ള മഴ ഇപ്പോഴും തുടരുകയാണ്. പ്രത്യേകിച്ച് കാട്ടാക്കട നെടുമങ്ങാട് മേഖലയിലടക്കം വൈദ്യുതി ബന്ധം ഏതാണ്ട് ഭാഗികമായി തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ട്. വൈകിട്ട് 5 മണി മുതൽ മലയോര മേഖലയിലും കടുത്ത മഴയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം വെള്ളയമ്പലം റോഡിലാണ്. വലിയ തെരുവുവിളക്കുകളടക്കം സദാസമയം ഉണ്ടാകുന്ന റോഡാണ്. പക്ഷേ വൈകിട്ട് ഏതാണ്ട് 8:30യോടുകൂടിയാണ് ഈ മേഖലകളിൽ ഈ മരം ഈ കാര്യമായി ഒടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം. അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് രാജ്ഭവന് തൊട്ട് മുൻപിലുള്ള റോഡാണ്. ഇവിടെയാണ് കാര്യമായി മരം ഒടിഞ്ഞു വീണത്. ഈ മരം ഇപ്പോൾ റോഡിന്റെ നടുവ് ഭാഗത്ത് നിന്ന് അരികിലേക്ക് മാറ്റിയിട്ടിട്ടുണ്ടെങ്കിൽ കൂടി ഏതാണ്ട് ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ട ഒരു സാഹചര്യമാണ്. അല്പസമയം മുൻപ് ഈ ഭാഗത്ത് പോലീസ് നിന്ന് വഴിതിരിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് ഈ ഭാഗത്ത് ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഫയർഫോഴ്സ് അടിയന്തരമായി എത്തി. പ്രത്യേകിച്ച് നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട റോഡാണ്. അതുകൊണ്ട് തന്നെ ഫയർഫോഴ്സ് അടിയന്തരമായി എത്തി. ഇവിടുത്തെ മരങ്ങൾ റോഡിന്റെ നടുവിൽ നിന്ന് അരികുവശത്തേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഈ ഭാഗത്ത് പൂർണ്ണമായും ഏതാണ്ട് വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ട സാഹചര്യത്തിലാണ്. രാജ്ഭവനിൽ ഉൾപ്പെടെ, രാജ്ഭവന്റെ പ്രധാനപ്പെട്ട കവാടമാണത്, അവിടെ അടക്കം വലിയ രീതിയിൽ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ഈ പ്രധാന ഭാഗങ്ങളിലെല്ലാം മരം വീഴുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല, ഈ നഗരത്തിന്റെ പല ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജ് ജംഗ്ഷനിൽ അല്പസമയം മുൻപ് ശക്തമായ കാറ്റിൽ കാൽനട യാത്രക്കാരന്റെ തലയിൽ കൂടി മരം വീണു. ഇയാൾക്ക് കാര്യമായ പരിക്കുകളില്ലെങ്കിലും പരിക്കേറ്റ സാഹചര്യത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ ഇയാളെ ചികിത്സയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. നഗരത്തിലെ മറ്റ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, പ്രത്യേകിച്ച് മാനവീയം റോഡിലടക്കം മരങ്ങൾ വീണിരുന്നു. അതൊക്കെ എടുത്തു മാറ്റിയിട്ടുണ്ടെങ്കിൽ കൂടി പൂർണ്ണമായും ഈ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. തമ്പാനൂരിലടക്കം തെരുവുവിളക്കുകൾ ഏതാണ്ട് പകുതിയോളം നിലച്ച സാഹചര്യമാണ് തിരുവനന്തപുരം നഗരത്തിലുള്ളത്. മാത്രമല്ല, മലയോര മേഖലയിലെ സാഹചര്യം ഞാൻ മുൻപ് പറഞ്ഞു. ഈ തീരദേശ മേഖലകളിലും സ്ഥിതിഗതികൾ വ്യത്യസ്തമല്ല. പൊഴിയൂരടക്കം വലിയ നാശനഷ്ടം ഉണ്ടായി എന്നുള്ള കണക്കുകൾ, ഇപ്പോൾ വിവരങ്ങൾ അത് പുറത്തേക്ക് വരുന്നുണ്ട്. ബാലരാമപുരം എരുത്താവൂരിൽ വീടിന് മുകളിൽ തെങ്ങു മറിഞ്ഞു. ഇതിനകത്തുണ്ടായിരുന്നവർ പുറത്തേക്കിറങ്ങി ഓടി രക്ഷപ്പെടുകയായിരുന്നു. എരുത്താവൂർ സ്വദേശി കൃഷ്ണൻകുട്ടിയുടെ വീടിന് മുകളിലേക്കാണ് തെങ്ങ് വീണത്. വീട്ടിൽ 5 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ആർക്കും കാര്യമായ പരിക്കുകളില്ല എന്നുള്ള വിവരം നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. മുൻപ് റിജിത്ത് സൂചിപ്പിച്ചതുപോലെ നഗരസഭയിലെ ചെല്ലമംഗലം വാർഡിൽ കാറ്റിൽ മരം കടപുഴകി വീടിന് മുകളിലേക്ക് വീണിട്ടുണ്ട്. വീടിന് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം വരുന്നുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ പ്രധാനപ്പെട്ട കുറവൻകോണം അടക്കമുള്ള ഭാഗങ്ങളിൽ ഈ മരം കടപുഴകി റോഡിലേക്ക് വീണിട്ടുണ്ട്. ഫയർഫോഴ്സ് സംഘം, പ്രത്യേകിച്ച് ഈ ഹൗസിംഗ് ബോർഡ് ജംഗ്ഷനിൽ നടക്കം ഫയർഫോഴ്സ് സംഘം പല ടീമുകളായി തിരിഞ്ഞ ഈ മരങ്ങൾ, റോഡിലേക്ക് വീണ മരങ്ങൾ മാറ്റിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് വൈദ്യുതി പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. റിജിത്ത്, ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകുന്നത്. നഗരമേഖലയിൽ വൈദ്യുതി ബന്ധം തടസ്സപ്പെടുകയടക്കം ചെയ്തിട്ടുണ്ട്. മരം കടപുഴകി വീണ് പലയിടത്തും റോഡിൽ ഗതാഗത തടസ്സമുണ്ടാകുന്നു. മുറിഞ്ഞു വീണ മരങ്ങൾ മാറ്റാനുള്ള ശ്രമമൊക്കെ ഉണ്ടാവുകയാണ്. നഗരമേഖലയിൽ തെരുവിളക്കുകളുടെ പ്രവർത്തനത്തെ അടക്കം ബാധിക്കുന്ന തരത്തിൽ ഈ വൈദ്യുതി ബന്ധം തകരാറിലായിട്ടുണ്ട്. MG പ്രതീഷ് കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രതീഷ്, പലയിടത്തും ഈ വീടിന് മുകളിലേക്ക് മരം വീഴുന്ന നിലയൊക്കെ ഉണ്ടായിട്ടുണ്ട്. തലനാരിഴയ്ക്കാണ് അപകടം ഒഴിഞ്ഞുപോയത് എന്ന് മനസ്സിലാക്കുന്നു. അതിപ്പോൾ നേരത്തെ ഷഫീദ് ചൂണ്ടിക്കാട്ടിയതുപോലെ ചെല്ലമംഗലം വാർഡിലും അതുപോലെ ബാലരാമപുരത്തുമൊക്കെ വീടിന് മുകളിലേക്ക് മരം വീഴുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പുതുതായി നാശനഷ്ടങ്ങൾ ഏതു തരത്തിലാണ്? അത് സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാകുന്നത് പ്രതീഷ്? റിജിത്ത്, നേരത്തെ ഷഫീദ് സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം നഗരത്തിൽ അപ്രതീക്ഷിതമായാണ് അതിശക്തമായ കാറ്റുണ്ടായത്. 8 മണിയോടുകൂടി തന്നെ അതിശക്തമായ കാറ്റ് തിരുവനന്തപുരത്തെ നഗരമേഖലകളിലും മലയോര മേഖലകളിലും ആഞ്ഞടിച്ചു. ഈ ശക്തമായ കാറ്റിലാണ് പലയിടങ്ങളിലും നാശനഷ്ടങ്ങൾ ഉണ്ടായത്. നഗരമേഖലകളിലെ പലയിടങ്ങളിലും ഇപ്പോഴും വൈദ്യുതി എത്തിയിട്ടില്ല. മലയോര മേഖലകളിലും വൈദ്യുതി താറുമാറായ അവസ്ഥയാണ്. ഈ വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള നടപടികളൊക്കെ KSEB ഇപ്പോൾ നടത്തുന്നുണ്ടെങ്കിലും നാളെ രാവിലെയോടുകൂടി
മാത്രമേ വൈദ്യുതി പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ കഴിയൂ എന്നതാണ് KSEB അറിയിച്ചിരിക്കുന്ന കാര്യം. പലയിടങ്ങളിലും വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. നേരത്തെ ഷെഫീദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ബാലരാമപുരത്ത് വീടിന് മുകളിലൂടെ തെങ്ങ് കടപുഴകി വീഴുകയായിരുന്നു. വീട്ടിൽ 5 പേരാണ് ഉണ്ടായിരുന്നത്. ഈ 5 പേർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. അങ്ങനെ പലയിടങ്ങളിലും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വീടിന്റെ മേൽക്കൂര പറന്നു പോകുന്ന സാഹചര്യം ഉണ്ടായി. തിരുവനന്തപുരം, വെങ്ങാനൂർ, പൂജപ്പുര, ബാലരാമപുരം മെഡിക്കൽ കോളേജ് മേഖലകളിലാണ് മരങ്ങൾ കടപുഴകി വീണ് നാശനഷ്ടങ്ങൾ ഉണ്ടായത്. മെഡിക്കൽ കോളേജ് ഭാഗത്ത് ഈ റോഡിലൂടെ പോകുകയായിരുന്ന ഒരാളുടെ തലയിലാണ് ഈ മരച്ചില്ല ഒടിഞ്ഞു വീണ് പരിക്കേറ്റത്. പക്ഷേ ആശ്വാസകരമായ കാര്യം ഈ പരിക്ക് ഗുരുതരമല്ല എന്നതാണ്. പക്ഷേ ഈ പലയിടങ്ങളിലും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ കണക്കുകൾ പുറത്ത് വരുന്നതേ ഉള്ളൂ. എന്തായാലും ഈ നാശനഷ്ടങ്ങൾ ഉണ്ടായ മേഖലകളിലൊക്കെ തന്നെ ഈ ഫയർഫോഴ്സും പോലീസും ആ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. ഈ റോഡ് ഗതാഗതം തടസ്സപ്പെട്ട മേഖലകളിലൊക്കെ തന്നെ ഈ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും വരും മണിക്കൂറിൽ തിരുവനന്തപുരം നഗരത്തിൽ മഴ തുടരുമെന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്. നിലവിൽ റെഡ് അലർട്ട് തിരുവനന്തപുരം ജില്ലയിൽ തുടരുകയാണ്. 3 മണിക്കൂർ സമയത്തേക്കാണ് റെഡ് അലർട്ട് കാലാവസ്ഥാ കേന്ദ്രം തിരുവനന്തപുരത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശരി, MG പ്രതീഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു. വരുന്ന 3 മണിക്കൂറിലും അതിശക്തമായ രീതിയിൽ തന്നെ മഴയുണ്ടാകും എന്നുള്ളതാണ് മുന്നറിയിപ്പ്. പലയിടത്തും നാശനഷ്ടങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്.